ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നൊരു കാര്യം പറയാവേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭൂമി വാങ്ങുമ്പോൾ പരിശോധിക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്, പൊസഷൻ, നോൺ അറ്റാച്ച്മെൻറ്റ്, റെക്കോർഡ് ഓഫ് റൈറ്റ്, ഇത്രയും ഇതിനൊക്കെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാൻഡ് ടാക്സിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ലാൻഡ് ടാക്സിനെ കുറിച്ചിട്ട് നമ്മൾ ലാൻഡ് ടാക്സ് എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ഭൂനികുതി അടച്ച രസീതാണ് ലാൻഡ് ടാക്സ് റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വസ്തു സ്ഥിതി ചെയ്യുന്ന വില്ലേജിൽ സ്ഥലത്തിൻ്റെ രേഖ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യുന്ന ആ ഒരു രേഖയാണ് ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ കരമടച്ച രസീത് എന്ന് പറയുന്നത്. അപ്പോൾ കരമടച്ച രസീത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷയ സെൻറ്ററിലോ ജനസേവാ കേന്ദ്രത്തിലോ ചെന്നിട്ട് നമ്മുടെ വസ്തുവിൻ്റെ തണ്ടപ്പേര്, വില്ലേജ് ഏതാണ്, പിന്നെ ജില്ല ഏതാണ്, താലൂക്ക് ഏതാണ്, പിന്നെ അതുപോലെ തന്നെ ആളിൻ്റെ പേര്, എത്രത്തോളം സ്ഥലമാണോ ഉള്ളതെന്നും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്ന് അതിനകത്ത് കാണിക്കും. നമ്മൾ അത്രയും രൂപ അടച്ചു കഴിഞ്ഞാൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അല്ലെങ്കിൽ കരമടച്ച റെസിപ്റ്റ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. സൈറ്റിന് കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ കിട്ടും. പിന്നെ പ്രധാനമായിട്ട് ഈ അടുത്തിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലാൻഡ് ടാക്സ് ഇപ്പം ഞാൻ ഒരു സ്ഥലത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ വീട്ടിലെ അംഗത്തിന് തന്നെ ആ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം സ്ഥലത്ത് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ആവശ്യം വന്ന് കാഞ്ഞിരപ്പള്ളിയിലാണ് നമുക്ക് വേണ്ട ആളുള്ളതെന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി തന്നെ വന്നിട്ട് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആണിപ്പോൾ പോയി അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ആണ് ലാൻഡ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ആ ഫോൺ നമ്പറിനകത്തോട്ട് OTP പറയും. ആരുടെ കയ്യിലാണ് ആ ഫോൺ ഇരിക്കുന്നത് ആ നമ്പറിലേക്ക് OTP വന്ന് പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ അക്ഷയ സെൻറ്ററിൽ നിന്നോ വേറെ ജനസേവയിൽ നിന്നോ നമുക്ക് ലാൻഡ് ടാക്സ് റെസിപ്റ്റിൻ്റെ കോപ്പി കയ്യിലില്ലാച്ചാൽ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ഫോൺ നമ്പരോ കാര്യങ്ങളോ ആ ഫോൺ ഉള്ള ആളിനെ വിളിച്ചാൽ കിട്ടത്തില്ലാത്ത സാഹചര്യമാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ലാൻഡ് ടാക്സ് അടച്ചത് അതേ സെയിം സ്ഥലത്ത് തന്നെ പോയിട്ട് നമുക്ക് ലാൻഡ് ടാക്സിൻ്റെ കോപ്പി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയൊരു അറിവ് എന്ന് പറയുന്നത്.